ഹലോ, ഞാൻ റംബൂട്ടാൻ വെച്ചിട്ട് അടിപൊളി ഒരു പുളിശ്ശേരി ഉണ്ടാക്കി കാണിച്ചായിരുന്നു. ഇനി നമ്മൾ ഒരുപാട് ടൈപ്പ് അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ട്. റംബൂട്ടാൻ വെച്ചിട്ട് എത്ര പേര് കഴിച്ചിട്ടുണ്ടെന്നോ അറിയത്തില്ല. നമുക്ക് റംബൂട്ടാൻ വെച്ചിട്ടൊന്ന് അച്ചാർ തയ്യാറാക്കാം. നമുക്ക് ഇത്രയും റംബൂട്ടാനേ ഉള്ളത് കൊണ്ട് ഓണമെന്ന് പറയുന്ന പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് അച്ചാറിടാം. അപ്പം അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ്, അപ്പം ഒരുപാടൊന്നും വേണ്ട. നമുക്ക് കുറച്ചല്ല ഉള്ളൂ. അപ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എണ്ണ ചൂടായെന്നറിഞ്ഞാൽ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നതനുസരിച്ച് നമുക്കല്പം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂക്കണം, അല്പം കളറൊക്കെ വരണം. കളറൊക്കെ വന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി മുളക് പൊടിയുടെ ആവശ്യമില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കുന്ന സമയം കൂടി നമുക്ക് കൊടുക്കാം. നമ്മുടെ മുളക് പൊടി എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കരിഞ്ഞു പോകരുത്, ചെറിയ ഫ്ലെയിമിലേ വയ്ക്കാവുള്ളൂ. അതിന് ശേഷം നമുക്ക് അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തേക്കാം. നമുക്ക് നമ്മുടെ റംബൂട്ടാനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ റംബൂട്ടാൻ. ആഹാ, സൂപ്പർ. അപ്പോൾ ഒന്ന്
നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് അല്പം ഒന്ന് വേവിക്കാം. സാധാരണ നമ്മൾ അച്ചാറൊന്നും അങ്ങനെ വേവിക്കാനുള്ള ടൈമൊന്നും കൊടുക്കുന്നില്ല. ഇത് അല്പനേരം ഒന്നിരിക്കട്ടെ. നമുക്ക് അല്പനേരം ഒന്ന് മൂടി വയ്ക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ. കാഴ്ചയിലെ ഭംഗി കണ്ടിട്ട് കാര്യമില്ല, ഇതിൻ്റെ ഉള്ളിലെ ഭംഗിയാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്ക് ഇതെല്ലാം റെഡി ആയിക്കതിന് ശേഷം നോക്കാം. അപ്പം നമ്മുടെ റംബൂട്ടാൻ അച്ചാർ, കിടിലൻ അച്ചാർ, സൂപ്പർ അച്ചാർ. കാഴ്ചയിലൊക്കെ എന്തോരം ഭംഗിയാണെന്ന് നോക്കിക്കേ, നല്ല രസമുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയാൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റംബൂട്ടാൻ അച്ചാർ ഇടുമെന്നൊക്കെ അറിയുന്നത് തന്നെ ആദ്യമായിട്ടൊക്കെയാണ്. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പം നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ആദ്യം ഇച്ചിരി ഒന്ന് ഗ്രേവി നോക്കട്ടെ ഞാൻ. സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ പിന്നെ നമുക്ക് മാങ്ങാടെ പുളി, ഇഞ്ചി അച്ചാറുമ്പോൾ എരിവ്, വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. ഇത് പക്ഷേ നമുക്ക് ഗ്രേവി എടുത്തുള്ളെങ്കിലും റംബൂട്ടാൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു മധുരവും പുളിയും പച്ചമുളകിൻ്റെ ഒക്കെ എരിവും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. എൻ്റെ പൊന്നോ, ഞാനാണെങ്കിൽ അച്ചാറെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രാന്തുള്ള കൂട്ടത്തില്ല. സൂപ്പറായിട്ട് അതിൻ്റെ കുരു നമുക്ക് പൂർണ്ണമായിട്ടും വെളിയിലോട്ട് ഇറക്കിയിടാൻ പറ്റുന്നുണ്ട്. നമ്മളല്ലാതെ റംബൂട്ടാൻ കഴിക്കുമ്പോഴത്തേക്ക് എന്തായാലും നമുക്ക് ഫുള്ള് നമുക്ക് അതിൻ്റെ സാധനം കിട്ടത്തില്ല വായിലോട്ട്. പക്ഷേ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം കൂടെ എന്തായാലും കഴിക്കും. പൊളി സാധനമാണ്. ഇപ്പോൾ റംബൂട്ടാനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടല്ലോ. ഞാൻ വാങ്ങിച്ചു വെച്ചതിൽ നിന്ന് ഇച്ചിരി മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെയ്തതാണ്. എൻ്റെ അമ്മ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പിയുമായൊക്കെ വരുന്നിടം വരെ ബൈ ബൈ.